വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങളുമായി നാഗ് അശ്വിൻ പ്രഭാസ് ചിത്രം കൽക്കി 2898 ADയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, ശോഭന തുടങ്ങിയവർ അണിനിരുന്ന ട്രെയിലർ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കണ്ടത്. എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തിനെതിരെ വീണ്ടും കോപ്പിയുടെ ആരോപണം ഉയർന്നിരിക്കുകയാണ്. ഹോളിവുഡ് കൺസെപ്റ്റ് ആർട്ടിസ്റ്റായ ഒലിവർ ബൈക്കാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കൽക്കി 2898 ADയുടെ നിർമ്മാതാക്കൾ ഈ ചിത്രത്തിൽ സഹകരിക്കാൻ തന്നെ ആദ്യം സമീപിച്ചിരുന്നു എന്നും എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇത് ഉപേക്ഷിക്കുകയായിരുന്നു എന്നും ഒലിവർ വെളിപ്പെടുത്തി. ഇതിനു ശേഷമാണ് ട്രെയിലറിൽ തന്റെ ചില വർക്കുകളോട് സാമ്യമുള്ള ചില വർക്കുകൾ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഒലിവർ ബൈക്ക് എക്സിൽ 2 ചിത്രങ്ങൾ ഉൾപ്പെടുത്തി താരതമ്യം ചെയ്ത് നേരത്തെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. സ്റ്റാർ ട്രെക്കിനു വേണ്ടി ഞാൻ ചെയ്ത ചില വർക്കുകൾ, വൈജയന്തി മൂവീസ് അവരുടെ ട്രെയിലറിൽ ഇവ മോഷ്ടിച്ചത് കണ്ട് സങ്കടമുണ്ട്. ബെൻ ഹിബോണിന്റെയും അലക്സാൻഡ്രോ ടൈനയുടെയും നേതൃത്വത്തിൽ സ്റ്റാർ ട്രെക്കിനായി ഞാൻ ചെയ്ത മറ്റ് പെയിന്റിംഗ് ആണിത്. അത് ട്രെയിലറിൽ ദൃശ്യമാണ് എന്നായിരുന്നു ഒലിവർ കുറിച്ചത്. ഇതാദ്യമായല്ല ഈ ചിത്രത്തിനെതിരെ കോപ്പിയുടെ ആരോപണം ഉയരുന്നത്. തങ്ങളുടെ കലാസൃഷ്ടികൾ കോപ്പിയടിച്ചെന്ന് ആരോപിച്ച് സുങ് ചോയ് എന്ന ആർട്ടിസ്റ്റ് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹോളിവുഡ് കൺസെപ്റ്റ് ആർട്ടിസ്റ്റും രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യൻ മിത്തോളജിയിലെ പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന ഒരു സയൻസ് ഫിക്ഷനാണിത്. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ അശ്വിനി ദത്ത് നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫെറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. കാശി, കോംപ്ലക്സ്, ശംഭാള എന്നീ 3 ലോകങ്ങളുടെ കഥയാണ് കൽക്കി 2898 AD പറയുന്നത് എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. അതിജീവനത്തിനായി പോരാടുന്നവരുടെ അവസാനത്തെ നഗരമായിട്ടാണ് കാശിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. വാരേണ്യവർഗം നിയന്ത്രിക്കുന്നവർ വസിക്കുന്ന ഇടമായി കോംപ്ലക്സ് അഥവാ പറുദീസയെയും ഈ പറുദീസയിലെ മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇടമായി ശംഭാളയെയും ചിത്രീകരിച്ചിരിക്കുന്നു. ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഇംഗ്ലീഷ് തുടങ്ങി 1-ലധികം ഭാഷകളിലായാണ് സിനിമ എത്തുന്നത്. ദിഷ പഠാനി, അന്നാബെൻ, പശുപതി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. നായിക കഥാപാത്രമായ സുമതിയെയാണ് ദീപിക അവതരിപ്പിക്കുന്നത്. അശ്വത്ഥാമാവ് എന്ന കഥാപാത്രമായി അമിതാഭ് ബച്ചനും, യാസ്കിൻ എന്ന കഥാപാത്രമായി കമൽ ഹാസനും, ഭൈരവയായി പ്രഭാസും വേഷമിടുന്നു. ജൂൺ 27-ന് ചിത്രം റിലീസിനെത്തും. നടി സോനാക്ഷി സിൻഹയും സഹീർ ഇക്ബാലും ഈ മാസം വിവാഹിതരാകാൻ പോവുകയാണ്. വിവാഹത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണിപ്പോൾ. എന്നാൽ വിവാഹത്തിന് ശേഷം സോനാക്ഷി സിൻഹ മതം മാറും എന്ന തരത്തിൽ ഒരുപാട് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. അതേസമയം വരന്റെ പിതാവായ ഇക്ബാൽ രത്താൻസി വിവാഹത്തിന് ശേഷം സോനാക്ഷി സിൻഹ മതം മാറും എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഗോസിപ്പുകളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഫ്രീ പ്രസ് ജേർണലുമായുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വിവാഹത്തിൽ എന്തെങ്കിലും മതപരമായ ആചാരം ഉണ്ടാകില്ല. ഇതൊരു സിവിൽ വിവാഹമായിരിക്കും. സോനാക്ഷി മതം മാറുന്നില്ല, അത് ഉറപ്പാണ്. അവരുടേത് ഹൃദയങ്ങളുടെ കൂട്ടായ്മയാണ്. മതത്തിന് അതിൽ ഒരു പങ്കുമില്ല. ഞാൻ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തെ ഹിന്ദുക്കൾ ഭഗവാൻ എന്നും മുസ്ലിങ്ങൾ അള്ളാഹു എന്നും വിളിക്കുന്നു. എന്നാൽ അവസാനം ആ ദിവസം നമ്മളെല്ലാവരും മനുഷ്യരാണ്. എന്റെ അനുഗ്രഹങ്ങൾ സഹീറിനും സോനാക്ഷിക്കുമൊപ്പം ഉണ്ടെന്നും ഇക്ബാൽ പറഞ്ഞു. അടുത്തിടെ നടിയുടെ പിതാവ് ശത്രുഘ്നൻ സിൻഹയുടെ അടുത്ത സുഹൃത്ത് ശശി രഞ്ജൻ വിവാഹത്തിന് സോനാക്ഷിയുടെ കുടുംബത്തിലെ എല്ലാവരും പങ്കെടുക്കുമെന്നും സഹീർ ഇക്ബാലിന്റെ വീട്ടിലാണ് വിവാഹ രജിസ്ട്രേഷൻ നടക്കുകയെന്നും അറിയിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ശത്രുഘ്നൻ സിൻഹ വിവാഹത്തിൽ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. സൂമിന് നൽകിയ അഭിമുഖത്തിൽ മുതിർന്ന നടനും TMC MPയുമായ ശത്രുഘ്നൻ സിൻഹ താൻ വിവാഹത്തിൽ പങ്കെടുക്കില്ലെന്ന തരത്തിൽ വന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. നയൻതാരയ്ക്കൊപ്പം അഭിനയിച്ച ജവാൻ സൂപ്പർ ഹിറ്റായതിനു പിന്നാലെ മറ്റൊരു തെന്നിന്ത്യൻ നടിക്കൊപ്പം പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് ഷാറൂഖ് ഖാൻ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാമന്ത, റൂത്ത് പ്രഭുവിനൊപ്പം ഷാറൂഖ് ഖാൻ എത്തുന്നുവെന്നാണ് ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഡങ്കിക്ക് ശേഷം ഷാറൂഖ് ഖാൻ വീണ്ടും രാജ്കുമാർ ഹിരാനയുമായി ഒന്നിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചിത്രം ഒരു ആക്ഷൻ ചിത്രമാണെന്നാണ് സൂചന. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. ഡങ്കിക്ക് ശേഷം ഷാറൂഖ് ഖാൻ ചിത്രങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ തീർച്ചയായും അത് ആരാധകർക്ക് ഒരു വിരുന്നായിരിക്കുമെന്നാണ് ബോളിവുഡിലെ സംസാരം. ഹിരാനയുടെ വ്യത്യസ്തമായ പടമായിരിക്കും ഇതെന്നാണ് വിവരം. എങ്കിൽ സാമന്തയുടെ ബോളിവുഡിലെ വൻ ചുവടുവെപ്പായിരിക്കും ഈ ചിത്രം. രാജ്കുമാർ ഹിരാനയുടെ ഡങ്കി എന്ന ചിത്രത്തിലാണ് ഷാറൂഖ് ഖാൻ അവസാനമായി അഭിനയിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്തുകയും ആഗോള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു. 2023 ഷാറൂഖ് ഖാന്റെ 3ാമത്തെ ചിത്രമായിരുന്നു ഡങ്കി.
നീണ്ട 4 വർഷങ്ങൾക്ക് ശേഷം 2023 പഠാൻ, ജവാൻ, ഡങ്കി എന്നീ ഹിറ്റുകളാണ് ഷാറൂഖ് ഖാൻ സൃഷ്ടിച്ചത്. എന്നാൽ ഷാറൂഖിന് ഈ വർഷം റിലീസ് ഉണ്ടായേക്കില്ലെന്നാണ് വിവരം. പഠാൻ സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദ് നിർമ്മിക്കുന്ന കിങ് എന്ന ചിത്രത്തിൽ ഷാറൂഖ് ഖാൻ എത്തുമെന്ന വിവരവും ഉണ്ട്. സുഹാന ഖാന്റെ അരങ്ങേറ്റം കൂടി ഈ ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. 2023 വിജയ് ദേവരകൊണ്ടയ്ക്കൊപ്പം ഖുഷി എന്ന ചിത്രത്തിലാണ് സാമന്ത റൂത്ത് പ്രഭു അവസാനമായി അഭിനയിച്ചത്. മയോസൈറ്റസ് രോഗത്തെ തുടർന്ന് നടി കഴിഞ്ഞ വർഷം അഭിനയത്തിൽ നിന്ന് ഒരു നീണ്ട ഇടവേള എടുത്തിരുന്നു. അതേസമയം വരുൺ ധവാനൊപ്പം സിറ്റാഡൽ ഇന്ത്യയിലാണ് നടി അടുത്തതായി അഭിനയിക്കുന്നത്. ഫാമിലി മാൻ, ഫാൾസി എന്നീ സീരീസുകൾ ഒരുക്കിയ രാജ് ആൻഡ് DK ആണ് ഈ സീരീസിന് പിന്നിൽ. മോഹൻലാൽ നായകനാകുന്ന പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭ പ്രഖ്യാപനം തൊട്ടേ ചർച്ചകളിൽ നിറഞ്ഞു നിന്നതാണ്. നന്ദകിഷോറാണ് ഋഷഭയുടെ സംവിധാനം നിർവഹിക്കുന്നത്. ഋഷഭ ഉപേക്ഷിച്ചു എന്ന തരത്തിൽ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഋഷഭ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ നന്ദകിഷോർ. 50% ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് സംവിധായകൻ നന്ദകിഷോർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. VFXനും പ്രാധാന്യം നൽകിയിട്ടുള്ള ചിത്രമായിരിക്കും ഋഷഭയെന്നും നന്ദകിഷോർ വ്യക്തമാക്കിയിരുന്നു. സഹ്റ S ഖാൻ ചിത്രത്തിൽ നായികയായി എത്തുമെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. സിനിമയ്ക്ക് മുൻപുള്ള പ്രസ് മീറ്റ് തള്ളുകളിൽ പലതവണ വീണിട്ടുണ്ടെന്നും അത്തരം സിനിമകൾ കണ്ട് നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നും മന്ത്രിയും നടനുമായ ഗണേഷ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഗഗനചാരി എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സിനിമ ഇറങ്ങി പ്രേക്ഷകർ ഏറ്റെടുക്കുകയും നല്ല റിവ്യൂകൾ പുറത്തു വരികയും ചെയ്തതിന് ശേഷമാണ് ഗഗനചാരിയുടെ പ്രസ് മീറ്റ് നടന്നത്. അത്തരത്തിലൊന്ന് ആദ്യമായിരിക്കുമെന്നും പണ്ട് പല സിനിമകളുടെയും പ്രസ് മീറ്റിലെ തള്ളുകൾ കണ്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ഒരു നടനെന്ന നിലയിൽ വിഷമം തോന്നുകയും പിന്നീട് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ വിളിക്കാത്തത് നന്നായെന്ന് ആശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു.